തുറക്കടാ. എടാ എന്തുവാടാ? എടാ പറ്റുന്നില്ല, നീ തുറന്ന ഒരു 5 മിനിറ്റ്. എടാ ഞാൻ കുടിച്ച് കഴിയട്ടാ. എടാ 1.5 മണിക്കൂർ എന്ത് കുളിയാടാ. എടാ എനിക്ക് ഓഡീഷൻ ഉണ്ടോ മമ്മൂട്ടിയുടെ പടത്തിന്? മര്യാദക്ക് കുടിച്ചിട്ടല്ലാണ്ട് പോകാൻ പറ്റൂ? പൊന്നളിയ, ഇവിടെ 2 മിനിറ്റ് നീ ഒന്നൊന്ന് മാറിത്തടാ. എടാ നിനക്ക് അത്രയ്ക്ക് അർജന്റാണെങ്കിൽ അപ്പുറത്തെ ബാത്റൂമിൽ വല്ലതും പോടേ. ഏയ് അത് പറ്റില്ല, എനിക്ക് അനങ്ങാൻ പറ്റത്തില്ല. എടാ നീ എന്നാ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാനൊന്ന് കുളിച്ച് കഴിയട്ടെ. ഞാൻ ഇപ്പൊ സോപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കോ. അതുകൊണ്ടാണ് ഞാൻ ചവിട്ടി പൊളിക്കുക. തുറക്കണം. എടാ പട്ടി ചവിട്ടരുത്. എന്റെ വാടക മാത്രല്ല, അതിന്റെ ബാക്കി കാശും കൂടെ കൂടെ എന്റെ ഇല്ല. എടാ നീ ഈ സമയത്ത് കണക്ക് പറയാലേ അളിയ. എടാ ഞാനെന്തോന്ന് ചെയ്യാനാണ്? ബാത്റൂമിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ? എടാ എടാ നീ അർജന്റാണ്, നീ അപ്പുറത്തെ വല്ല ബാത്റൂമിൽ വല്ല പട്ടി. അതല്ല അയ്യോ വർക്കിച്ചേട്ടാ, അങ്ങനല്ല എന്റെ സിറ്റുവേഷൻ. നിന്നെ കൂട്ടിക്കൊണ്ടു നീ അവിടെ ഒന്ന് ടോറിന് കുറ്റിയിടായിരുന്നോ. എന്റെ അമ്മ തകർക്കണം. അളിയാ എന്തോന്നടാ? പരിപാടി എന്ത്? ബാത്റൂമിൽ കയറി. ആര് ബാത്റൂമിൽ കയറിയിരുന്നു? അവരുടെ ബാത്റൂം. അവരവിടെ ഇല്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. എടാ ആ പെറുക്കി ഉണ്ടായിരുന്നു, ആ മുട്ടത്തലയും പെറുക്കി. അയ്യേ, എന്നിട്ടാ നിന്നെ വിളിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞു. ആണോ? അല്ല നീ എന്താ സംഭവിച്ചു ഒന്നോട് പറഞ്ഞു. നീ മനസ്സിലായില്ലേ? അതായത് ബാത്റൂമിൽ ചെല്ലാൻ പോയില്ലേ, ഞാൻ പിടിക്കാൻ അങ്ങോട്ട് കേറി ചെന്ന് അറിയാണ്ട് തോന്നുന്നപ്പോ അയാൾ തുണിയിലാണ് നിൽക്കുന്ന. തുണിയിലാണ് എനിക്കായിരുന്നു. എനിക്കറിയത്തില്ല, പൊണ്ടാരം നിന്നെ വിളിച്ചിട്ട് ചെല്ലാൻ പറഞ്ഞു. 2 മിനിറ്റ് വന്നിട്ട് സംസാരിക്കണം. എനിക്കടാ മമ്മൂട്ടിയുടെ പടത്തിന്റെ ഓഡീഷന് പോകേണ്ടത്. മമ്മൂട്ടിയുടെ പടമാണോടാ വലുത്? എന്റെ എനിക്കിത് നിങ്ങളുടെ ഈ കേസൊന്നും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് നേരമില്ല. എനിക്ക് വേറെ പരിപാടിയുണ്ട്. എന്റെ ഭാവിയുടെ കാര്യം നീ വിടുത്. 1 മിനിറ്റ് വന്ന് സംസാരിച്ചിട്ട് പോടാ. നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ അങ്ങോട്ട് പോയത്. നിന്നോട് ഞാൻ 10 തവണ പറഞ്ഞിട്ടുണ്ട് ഇറങ്ങി. എടാ നിന്നോട് അവരുടെ ബാത്റൂമിൽ പോകാനാണോ ഞാൻ പറഞ്ഞത്? ഇത് അറിയത്തില്ലല്ലോ എവിടെ പോകണം, ഇതെങ്ങനെ കൊണ്ട് ഇപ്പോഴും കളഞ്ഞിട്ടില്ല. എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി 2 മിനിറ്റ് വന്നിട്ട് സംസാരിച്ചിട്ട് പോകാൻ ബാത്റൂമിൽ പോടാ. നീ ആദ്യം എന്തിനും ചെയ്യാൻ നീ ആളൊന്നും സംസാരിക്കുക. ആൾ അവിടെ വന്ന് ഇരിപ്പുണ്ടാ. എന്നാ നടക്ക് നീ പറഞ്ഞിട്ടാ പോയെന്ന് പറയണം കേട്ടാ. ഇരിക്കടാ. നിന്നെ ഒന്ന് കാണണം പറഞ്ഞു. എന്താ? അതെ നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഇത്തരത്തിലുള്ള ആഭാസം ഇവിടെ പറ്റത്തില്ല. ആഭാസം? അല്ല എന്താ ആഭാസം? ബാത്റൂമിൽ പോകുന്നൊരു ആഭാസമാണോ? ബാത്റൂമിൽ പോയത്? ഏത് ബാത്റൂമിലാവും പോയെന്ന് പറ. അല്ല ഞാൻ അവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരുന്നു. അത് എനിക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്കൊന്ന് വേറെ പോയാൽ. നിന്റെ ഓഡീഷൻ അവിടെ നിൽക്കട്ടെ. ഈ കാര്യം പരിഹരിച്ചിട്ട് മതി നീ പുറത്തു പോകുന്നു. മമ്മൂട്ടിയുടെ പടമായിരുന്നു. അപ്പൊ അത് ഒന്ന് അറ്റൻഡ് ചെയ്തിട്ട് വന്നിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിച്ചാൽ പോരെ. നീ ഇല്ലെങ്കിൽ ചിലപ്പം മലയാള സിനിമ ഇടിഞ്ഞു പോകും. അതെ, ഇവന്റെ കാര്യം പരിഹരിച്ചിട്ട് മതി നീ പുറത്തു പോകുന്നത്. അതെ, നീ ഒരു പുല്ലും പറയണ്ട. അല്ല ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ ഭാര്യയും ഞാനും ആ കൊച്ചും കൂടി പോകുന്ന ബാത്റൂമിലൊക്കെ ഇടിച്ചു കയറിയത്. ഇടിച്ചൊന്നും കേറിയില്ല, ഞാൻ മുട്ടാണ്ടാ കേറിയത്, അറിയാണ്ട കേറി. അതിനെന്നെ ഇടിച്ചു കയറുന്ന പറയും. ഞാൻ ഉണ്ടായിരുന്നോണ്ട് ഭാഗ്യം. അത് അവളോ മറ്റോളോ ആയിരുന്നെങ്കിലോ? അവരല്ലല്ലോ ഇപ്പോ, അവരല്ലല്ലോ. ഞാൻ പറയേ. അതല്ല, അവരല്ലല്ലോ. ശരിയാണല്ലോ, അവരല്ലല്ലോ ഇപ്പൊ ഉണ്ടായിരുന്നു. നീ വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കരുത്. ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്കണം. ഇവൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ? ജാതിക്കാത്തോട്ടം നിന്റെ നോട്ടം. എന്റെ കുഞ്ഞേ, ആ മൂക്കാത്ത ജാതിക്ക് എല്ലാം പറിച്ച് തീർക്കല്ലേ. അതേന്നൊരു വരുമാനം കിട്ടുന്ന. ഇങ്ങോട്ട് ഇറങ്ങ്. ആന്റി എന്റെ അടുത്ത് കണക്ക് പറയാൻ തുടങ്ങിയ അല്ലേ അങ്ങോട്ട് വന്നു. അതല്ല, എത്ര ദിവസമായി ഓരോന്ന് പറിച്ച് ആ തീറ്റിയ. ആന്റിക്ക് ഇപ്പൊ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അവന്മാരോടാണ് സ്നേഹം കൂടുതൽ. എന്നെ എന്ത് പറഞ്ഞാലും കുറ്റപ്പെടുത്തല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവൂട്ടാ. എടി മോളെ, നിന്നോടല്ലാതെ ഞാൻ പിന്നെ ആരോട് എന്തെങ്കിലും ഒന്ന് പറയുന്നേ? ഇതാണ് ഈ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണ് എനിക്ക് ഇഷ്ടമല്ലാത്ത.
പള്ളിയിൽ പോയപ്പോഴേ ഉം. അച്ഛൻ തിരക്കി. നീ കഴിഞ്ഞ ആഴ്ച വന്നാണല്ലോ കുർബാനയ്ക്ക്, ഈ ആഴ്ച എന്നാ വരാഞ്ഞെന്ന് ചോദിച്ചു. അച്ഛനോട് പറയാൻ പാടില്ലായിരുന്നു. ഞാൻ ഇവിടെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഭയങ്കര ബിസിയാണെന്ന്. ഓ, വലിയ വലിയ കാര്യം, കടന്നുറക്കം. അതുകൊണ്ടല്ലേ കുർബാനയ്ക്ക് വരാൻ കഴിയലാത്തത്. ഇതേ കണ്ടോ, പിന്നെയും കുറ്റപ്പെടുത്തല്. എന്തുവാ ആന്റി ഇത്? അച്ഛൻ എന്നോട് ചോദിക്കുക, ഈ പെങ്കൊച്ചിനെ എന്താ ഇങ്ങനെ നിർത്തിക്കൊണ്ട് നിൽക്കുന്നു? ആങ്ങളയുടെ മോളാന്നും പറഞ്ഞുകൊണ്ട് ഇതിനെ ഇവിടെ പിടിച്ച് നിർത്തിയാൽ മതിയോ, കല്യാണം ഒന്നും കഴിപ്പിക്കണ്ടേന്ന്. ആന്റി, അടക്ക നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടല്ലോ. ഈ സ്ഥിതിക്ക് പോയാൽ നീ അടയ്ക്കേക്കാളും നന്നായിട്ട് ഉണങ്ങും. ആന്റി, ഒരു പെണ്ണിനോട് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നത് വളരെ തെറ്റാണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണത്. പിന്നെ ഈ പ്രായമുള്ള ഒരു പെണ്ണ് പെരന്നിറങ്ങി നിൽക്കുമ്പോൾ ഞാൻ കല്യാണപ്രായം അല്ലാതെ പിന്നെ വേറെ എന്തോ കാര്യമാ പറയേണ്ടത്? ആന്റി, എന്തോ ആന്റി ഇങ്ങനെയൊക്കെ പറയണ? ഈ പെര നിറഞ്ഞ് നിൽക്കാന്നൊക്കെ പറയണ എന്താ സംഭവം എന്ന് ആന്റിക്ക് അറിയോ? പണ്ട് കാലത്ത് ഭക്ഷണം കഴിക്കാൻ പോലും ഇപ്പൊ 5 പേര് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും തികച്ച് ഭക്ഷണം കൊടുക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ അപ്പൊ പുര നിറഞ്ഞ് നിൽക്കാതെ പെട്ടെന്ന് കെട്ടിച്ച് വേറെ വീട്ടിലേക്ക് വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഭക്ഷണം കിട്ടുമല്ലോ. ഞാൻ എങ്ങനെയാണോ? എനിക്ക് എത്ര രൂപ സാലറി ഉണ്ട്? ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു പെണ്ണല്ലേ. എത്ര രൂപ സാലറി? 30,000 രൂപയും 2,000 രൂപ TA ഉണ്ട് എനിക്ക്. അതുകൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമോ? ഒരു കൂട്ട് വേണ്ടേ? ഓ പിന്നെ കൂട്ടില്ലെങ്കിൽ ഇപ്പൊ ആന്റി എന്നോട് കുഞ്ഞെ, നിനക്ക് വയസ്സ് എത്രയായെന്നും പറഞ്ഞോണ്ടാ? എത്രയായി? എത്രയായി നിനക്ക് എന്നെ അറിയത്തില്ലേ? നിന്നെ കെട്ടിക്ക് വിടേണ്ട പ്രായമായില്ലേ? ആന്റി എന്നെ കണ്ട ഇപ്പൊ എത്ര പറയും? പറഞ്ഞാലും ഇല്ലേലും ഉള്ള പ്രായം ഉണ്ടേ. ഒരു 25-ന് മുകളിൽ തോന്നോ? 25 വയസ്സിലൊക്കെ പിള്ളേര് കല്യാണം കഴിക്കേണ്ട പ്രായം അല്ലയോ? ആന്റി, ഈ കാര്യം ഇനി എന്നോട് സംസാരിക്കരുത് കേട്ടോ. അത് സംസാരിച്ച് നമ്മൾ തമ്മിൽ ഉടക്കും. എന്റെ കുഞ്ഞെ, നിന്നോട് ഞാൻ വേറെ എന്തോ കണ്ടോ, എന്തേലും പറഞ്ഞ എന്നെ കൊഞ്ഞനും കുത്തിയിട്ട് ഒരു ഒറ്റ പോക. അതങ്ങനെ ഒരെണ്ണം. അങ്ങനെ ചിന്തിച്ചാൽ തെറ്റാണ്, പക്ഷെ അവന്റെ ഭാഗത്ത് ചില ന്യായങ്ങളുണ്ട്. അതാണ് ന്യായങ്ങൾ ഉണ്ടെന്നല്ല ഇല്ല. ഞാനേ ഇപ്പം പറഞ്ഞിട്ടാണ് അങ്ങോട്ട് വന്നത്. നീ പറഞ്ഞു അങ്ങോട്ട് ബാത്റൂമിൽ പോവാൻ. അങ്ങോട്ടെന്ന് പറഞ്ഞാൽ നീ വേറെ കോമൺ ബാത്റൂം യൂസ് ചെയ്യാനാ ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായില്ല, പയ്യനല്ലേ. ഏത്? ഇവിടെ ഒന്ന് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. അവനൊരു പെണ്ണെ കെട്ടിച്ചു കൊടുത്താൽ 1 കൊല്ലം കൊണ്ട് അതിന്റെ പിള്ളേരുണ്ടാക്കുക. അല്ല, അതിപ്പോ എല്ലാവരും അവനാണ് ഇടിച്ച് എന്റെ പെണ്ണും പിള്ളേരുടെ റൂമിൽ കയറിപ്പോയത്. അല്ല, ഇപ്പൊ അവരവിടെ ഇല്ലല്ലോ. അവരുണ്ടായിരുന്നെങ്കിലോ? അല്ല, അവരുള്ള ഇവൻ എന്ത് സമാധാനം പറയുമായിരുന്നു? ഇവിടെ ഒരു അബദ്ധം പറ്റിയടാ, മുട്ടുന്നതിന്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലായി. അല്ല, അവന്റെ സിറ്റുവേഷൻ അതായിരുന്നു. അതാണ് അവന്റെ മൊന്ത കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് അവന് മുട്ട് വേറെയാണ്. അല്ല, അവൻ അത്തരക്കാരനൊന്നും അല്ല, അവൻ ആളെ ഡീസന്റ് ആണ്. പക്ഷേ അവന്റെ മോന്ത കണ്ടാൽ അറിയാം. അല്ല, എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? നീ പറയണ്ട, ഞാൻ പറയാം. വേണ്ട, നീ പറ, എന്താ പ്രശ്നം? അതായത് ആക്ച്വലി ഞങ്ങളുടെ ബാത്റൂമിൽ ആയിരുന്നു. ഇവൻ അതേ സമയം ഒരു അർജന്റ് വന്നു. ഒന്ന് അടങ്ങ്, ഞാൻ കേക്കട്ടെ. അർജന്റായിട്ട് ഇവൻ വന്ന് മുട്ടി കഴിഞ്ഞപ്പോ ഞാൻ അവനോട് പറഞ്ഞു അപ്പുറത്തെ ബാത്റൂമിൽ പോടാന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ വന്ന് കേറിയത്, ഇങ്ങേര് അവിടെ ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബാത്റൂമിലാണ് കേറിയത്. പക്ഷെ ഇങ്ങേര് ഇവിടെ ലോക്ക് ചെയ്യാതെ കുളിച്ചോണ്ടിരിക്കുക എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. എല്ലാം കണ്ട തീർന്ന മാനം കപ്പല് കേറിയാ? ആരത്? അതൊക്കെ അവിടെ നിക്കട്ടെ. നീ എന്തർത്ഥത്തിലാണ് ആ ബാത്റൂമിലേക്ക് പോയി കേറിയത്? ഞാൻ പറയുന്നത് കേക്ക. എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഞാൻ കടിച്ചു പിടിച്ചിരിക്കുകയാണ്. അല്ല, സിറ്റുവേഷൻ എന്തായാലും പെണ്ണുങ്ങൾ താമസിക്കുന്ന റൂമിലോട്ട് കേറി ചെല്ലാൻ പാടുണ്ടോ? നിങ്ങളിവിടെ ഇല്ലല്ലോ. അപ്പൊ അതിന് എനിക്കൊരു ഓഡീഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അർജന്റായിട്ട് അതെ, ഇതൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. ഇതിപ്പോ ഈ അങ്കിളിന് പകരം ഞാനായിരുന്നു കുറ്റിയിടാൻ മറന്നുപോയിട്ട് അതിന്റെ ഉള്ളിലെങ്കിലും എന്തായിരുന്നു ഉണ്ടാവുക? അതല്ല, ഇത് ശരിയാവില്ല. അടിച്ചവനെ അങ്കിൾ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഞാൻ പറയുന്നൊന്നും ഇതൊന്ന് റെഡിയാക്കി വരുന്നോടാ, നിന്നൊക്കെ ശരിയായി. എടി എന്തോന്നടാ ഇവിടെ, എനിക്കിപ്പോ ഓഡിഷന് പോകാൻ സമയമായിട്ടിരിക്കുക. നീ പറഞ്ഞിട്ടല്ല ഞാൻ അങ്ങോട്ട് പോയത്. എടാ, നീ പറഞ്ഞെന്ന് പറഞ്ഞ ഞാൻ കോമൺ ബാത്റൂം അല്ലടാ ഉദ്ദേശിച്ചത്. അല്ല, അങ്കിൾ എന്തെങ്കിലും ഒരു തണുത്ത മട്ടില്? ഞാൻ തണുത്തതല്ല, ഞാനിതിന്റെ അവസാനം എങ്ങനെയാവുന്ന വെച്ച് നോക്കി നിന്നതാ. ഓ പിന്നെ എനിക്ക് തോന്നുന്നു അങ്കിൾ ഈ തള്ളു മാത്രമേ ഉള്ളൂ, ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. എന്തൊരു തള്ളാണ് അല്ലാത്ത സമയത്ത്. തള്ളിയതല്ല, നമുക്ക് അവളെ മുന്നിൽ നിരത്തുമ്പോഴേ ഇതെല്ലാം നമ്മൾ പുള്ളി വിടാതെ അതിന് തെളിവുണ്ടാവണം.
അങ്കിള് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ അവൻ ആ ബാത്റൂമിലോട്ട് കയറി വന്നത് ടോയ്ലറ്റ് പോകാനാണെന്ന് അങ്കിളിന് തോന്നുന്നുണ്ടോ? എനിക്കത് തോന്നായില്ല. എനിക്ക് നല്ല സംശയമുണ്ട്. ഞങ്ങൾ 2 പെണ്ണുങ്ങൾ താമസിക്കുന്ന റൂമിലോട്ട് അവൻ വരണമെങ്കിൽ അവൻ എനിക്കിട്ട് പണി തരാനായിട്ട് വല്ല വീഡിയോ എടുക്കാനാണോ വന്നതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ക്ലാരേൻ്റെത് വല്ലതും എടുത്തിട്ടുണ്ടാവും. ക്ലാരന്റെ എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, അതൊന്നും ഉണ്ടാവില്ല, അത് ഏജ് കഴിഞ്ഞതല്ലേ. അതല്ല, അത് ഇപ്പൊ അങ്കിളിന്റെ വീഡിയോ എടുത്തിട്ടുണ്ടോ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ അറിയും? അങ്കിൾ അവനെ വരട്ടിയതല്ലേ. അങ്കിളിനെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടിട്ട് അവന്റെ തന്ത്രപരമായ പ്ലാനിങ് ആണ് ഇതെങ്കിലോ? അത് ഒരു പോയിന്റാണ്. അവൻ ഇവിടുന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടാവും. ബ്ലാക്ക് മെയിൽ ചെയ്യാൻ മാത്രമല്ല, അങ്കിളിനെ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്കിളിന്റെ ഈ നഗ്ന വീഡിയോ പ്രദർശിപ്പിച്ച് അങ്കിളിനെ അങ്ങനെ നാറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അവനെ അങ്ങനെ വിശ്വസിച്ചൂടാ അങ്കിളെ. ഭയങ്കര സാധനമാണ് അവൻ, അറിയോ? എനിക്ക് കണ്ടപ്പോഴേ തോന്നി.